നമ്മുടെ തിരുവാതിരക്കളിയുടെ പുതിയ പാഠം നമുക്ക് തുടങ്ങാൻ പോവാണ്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയാണ് എടുക്കുന്നത്. ഞാൻ ഇതുവരെയായിട്ടും ഇതിൻ്റെ പാട്ട് പാടിയിട്ടില്ല. പാട്ട് നമുക്ക് തിരുവന്നിട്ട് പാടാം. നിങ്ങൾ തിരുവാതിരക്കളി കണ്ടു നോക്കും, എന്നിട്ട് അഭിപ്രായം പറയാം. നമസ്കാരം. നമുക്കിന്ന് പുതിയ സ്റ്റെപ്പ് പഠിക്കാം. ഈ പുതിയ സ്റ്റെപ്പ് എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ശരിക്കും നോക്കിയാൽ പുതിയ സ്റ്റെപ്പാണോ? അല്ല, പഴയ സ്റ്റെപ്പ് തന്നെ. പഴയതിനെ ഇടയ്ക്ക് നമ്മൾ കണക്ട് ചെയ്ത് അങ്ങനെ നമ്മൾ പുതിയ സ്റ്റെപ്സ് ഉണ്ടാക്കും. നമ്മളിപ്പോൾ പിന്നെ അക്ഷരമാലകൾ പഠിച്ചിട്ട് നമ്മൾ വേർഡ്സ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഡാൻസിനും. അപ്പം നമുക്ക് ഇന്ന് ഈസി ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. എല്ലാവരും വളരെ സന്തോഷവതിയിലായിട്ട് ചിരിച്ചൊക്കെ നിൽക്കണം. ഇനി എനിക്ക് അതേ പറയാമോ, നിങ്ങൾക്ക് ചിരി പോരാ, ചിരിച്ചൊക്കെ നിൽക്കണം. അപ്പം നമുക്ക് നോക്കാം. പറഞ്ഞുതരാം. നിങ്ങൾ പഠിച്ചിട്ടുള്ള സ്റ്റെപ്പാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ ചവിട്ടും. അപ്പം നിങ്ങൾ പറയാം പഠിച്ചിട്ടുണ്ടോ ഇല്ല, നിങ്ങൾ പറയണം. ഓക്കെ, 1 2 3 4. നമ്മളെപ്പോഴും പഠിച്ചിട്ടുണ്ടാണ് അല്ലേ? അപ്പം അതാ നമ്മളിങ്ങനെ നിൽക്കുന്നതാണ്. ഇങ്ങോട്ട് തിരിഞ്ഞു 1. അപ്പം ഈ കാര്യം അവിടെ തന്നെയാണ് 2 3 4. ഇനി നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ ചെയ്യുമ്പോൾ നമ്മുടെ ഇടത് കാലുണ്ടല്ലോ, ഈ ഇടത് കാലം നമ്മൾ ഇങ്ങോട്ട് വെച്ചു 5. അപ്പൊ നമ്മുടെ വലത് കാലം അവിടെ തന്നെ നിൽക്കണം. എങ്കിലും ഒന്ന് കൊടുത്തു 6. കണ്ടോ? ഇനി ഈ വലത് കാലത്തിലൂടെ 7 8. ഈസി അല്ലേ? അതായത് 1 2 3 4. ഈ വലത് കാലത്ത് 5 6 7 8. നന്നായിട്ട് മനസ്സിലായല്ലോ. നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ? ചെയ്തോളൂ, നോക്കട്ടെ നിങ്ങൾ ചെയ്യണം എങ്ങനെയാണെന്ന്. കുറച്ചും കൂടി നീങ്ങുന്നു ചെയ്തു. 1 2 3 4 5 6 7 8. കൈ ഇവിടെ വയ്ക്കണം. ഒന്നും കൂടെ ചെയ്യാം. 1 2 3 4 5 6 7 8. ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നു. അപ്പൊ നമുക്ക് ഓരോരുത്തരും പെട്ടെന്ന് ചെയ്ത് നോക്കാം അല്ലേ? അപ്പൊ ചെയ്യുമ്പോൾ നിങ്ങളിവിടെ നോക്കിക്കോളൂ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. മാം ചെയ്തോളൂ. ശരി. 2 ഒന്ന് കാണണം. 3 4 ശരി 5 6 7 8. കറക്റ്റാണ്. ഒരു പ്രാവശ്യം 1 2 3 4 5 6 7 8. ഗുഡ്. അടുത്ത ആൾ കുറച്ചും കൂടി നോക്കി. മതി. 1 2 3 4 5 6 7 8. കറക്റ്റായിട്ട് ചെയ്തതായിരുന്നു. ഒന്നിൽ പിന്നെ രണ്ടാമത് വീണ്ടും മാറ്റി കാര്യം വെച്ചു. കറക്റ്റ് ആയിരുന്നു ചെയ്തു. അനങ്ങാതെണ്ടായിരുന്നു. ഒന്നും കൂടെ ചെയ്യാം. 1 2 3 4 5 6 7 8. ഒരു സെക്കൻഡ്. 1 2 3 4. അത്രയും കറക്റ്റാണ് ചെയ്തത്. ഇവിടെ വന്ന് 5 6 7 8. മനസ്സിലായോ? ഇടത്തേക്കാളും ബാക്കിലോട്ട് പോകണം. ഒരു സെക്കൻഡ് 2 3 4 5 6 7 5. നമ്മൾ പറയുമ്പോൾ എപ്പോഴും 5 ഇടത് കാലാണ് ഇവിടെ അങ്ങോട്ട് നോക്കണം. അത്രേ ഉള്ളൂ. ഒന്നുകൂടെ ശരിക്കും ചെയ്യാൻ പോയി പിന്നെ ഒരു സംശയം വന്നു. 1 2 3 4. ഇടത് കാലം കൂട്ടിക്കണം. 5 6. ഇനി വീണ്ടും ഇടത് കാലം 7 8. അത്രേ ഉള്ളൂ. മനസ്സിലായത്? നമ്മൾ ഒരു പ്രാവശ്യം ചെയ്യാം. 1 2 3 4 5. കറക്റ്റ്. 6 7 8. അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ 6 വെക്കുമ്പോൾ കറക്റ്റാണ്. ഫുൾ എല്ലാം കറക്റ്റാണ് ചെയ്തത്. കാല് കുറച്ച് നമ്മൾ ഇങ്ങനെ ഒന്ന് ചരിച്ച് വെക്കണം.
അപ്പോൾ നമ്മൾ ആ ബോഡി ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന ഇങ്ങനെ തന്നെ നിൽക്കണ പോലെ കുറച്ചിരി വിചാരിച്ചാൽ കുറച്ചും ഭംഗിയായിരിക്കും. അത്രേ ഉള്ളൂ. സ്റ്റെപ്സ് എല്ലാം കറക്റ്റാണ് ചെയ്തത്. അടുത്തത് ചെയ്തു. 1 2 3 4 5 6 7 8. ഒന്നും കൂടെ. 1 2 3 4 5 6 7 8. കറക്റ്റാണ്. അടുത്ത ആള് 1 2 3 4. പിന്നെ അടുത്ത കാലം 5. കറക്റ്റ്. 6. വീണ്ടും അടുത്ത കാലം 7 8. അത്രേ ഉള്ളൂ. പ്രശ്നം ചെയ്യാം. 1 2 3 4 5 6 7 8. അല്ല, അവിടെ തെറ്റി. കറക്റ്റ് വന്നതാണ്. അപ്പൊ എപ്പോഴും ഇടതുകാലം നമ്മുടെ വലതുകാലം അവിടെ തന്നെ അനങ്ങാന്ന്. വലതുകാലിന് ഒരു പണിയില്ല. ഇടതുകാലം കൂടെ ആകുമ്പോൾ വലതുകാലം ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ. അത്രേ ഉള്ളൂ. അവിടെ ചെയ്ത് കറക്റ്റ് ആയിരുന്നു. ഒന്നും ചെയ്യാം. 1 2 3 4. ഇടതുകാലം 5 6. വീണ്ടും ഇടതുകാലം 7. അല്ല, ഇടതുകാലം നേരെ 7. വലതുകാലം പുറകില് 8. മനസ്സിലായോ? ശരി. 2 3 4 5 6. ഇടതുകാലം 7 8. പുറകിലാണ് 8 പുറകിലാണ്. സമത്തിനല്ല. പ്രദർശനം ചെയ്യാൻ നമുക്ക് അല്ലേ? ചെയ്തോളൂ. 1 2 3 4. ഇടതുകാല് 5 6. വീണ്ടും ഇടത് 7 2 3 4. ഇടത് 5 6. വീണ്ടും ഇടത് 7 8. പറയുന്നത് അത്രേ ഉള്ളൂ. 8 പറയുകയാണ്. ഒന്നുകൂടെ പ്രശ്നം ചെയ്യാം അല്ലേ നമുക്ക്? 1 2 3 4 5 6 7 8. സംശയമുണ്ടോ? ചെറിയ മിസ്റ്റേക്ക് ഒന്ന്. അതെ അതെ. ഒന്നുകൂടി ചെയ്യാം. ചെയ്തോളൂ. 1 2 3 4 5 6 7. ഇടതുകാലന് 8 പുറകെ വെച്ചു. വലതുകാലം ശരിയാക്കാവുന്ന സ്റ്റെപ്പ് അല്ലേ? 1 2 3 4. ഇടതുകാലാണ് 5 6. വീണ്ടും ഇടതുകാലം 7 8. ഓർഡർ ചെയ്യാം. ചെയ്തോളൂ. 1 2 3 4. പോട്ടെ. 5 6 7 8. അവിടെ ഇന്ന് സംശയിക്കണേ. സംശയിക്കാതെ ചെയ്യൂ. കറക്റ്റാണ് ചെയ്യണം. പിന്നെ ആദ്യം ശരിക്കും ചെയ്താലേ ഇപ്പോൾ ഒന്നുകൂടെ ചെയ്യും. 1 2 3 4 5 6. അടുത്ത് 7. വലത് പറയില്ലേ? ഇനി ഞാൻ വലത് പറയില്ല. ചെയ്യണം. നോക്കാം നമുക്ക്. 1 2 3 4 5 6 7 8. വളരെ സിമ്പിളാണ്. നമുക്ക് തോന്നുന്നതാണ് വലുത്. നമ്മൾ ഈ സ്റ്റെപ്പ് നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റെപ്പാണ് അല്ലേ? ഇതും നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റെപ്പാണ്. പക്ഷെ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തപ്പോൾ സംശയം വന്നു. അത്രേ ഉള്ളൂ. നമ്മൾ പഠിച്ചിട്ടില്ലേ? എത്രയോ പ്രാവശ്യം ചെയ്തിട്ട് നമ്മൾ ഈ സ്റ്റെപ്പൊക്കെ എത്രയോ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ കണക്ട് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. നമുക്ക് എല്ലാവരും ചേർത്ത് ചെയ്താലോ? കൈ പിടിയാ. സ്റ്റെപ്സ് നന്നായിട്ട് മനസ്സിലായി. സംശയം ഒട്ടുമില്ല. ഈ കൈക്കും നമുക്ക് വലിയ പാടുള്ള കൈയൊന്നുമില്ല. നോക്കിക്കൊള്ള 1 2 ഇത്തിരി താഴ്ത്തി 3 വീണ്ടും താഴ്ത്തി. അപ്പം 1 2 3 4. പിന്നെ ആ കൈ അനക്കുന്നേ ഇല്ല. 5 6 7 8. അപ്പൊ നമ്മൾ പോകുന്നതനുസരിച്ച് നമുക്ക് ചെറുതായിട്ട് ചെരിഞ്ഞു കൊടുക്കാം. അത്രേ ഉള്ളൂ. മനസ്സിലായാലോ? ചെയ്ത് നോക്കിയാലോ? 1 താഴ്ത്തി വീണ്ടും 2. ഇനി വീണ്ടും താഴ്ത്തി 3 4. നമ്മൾ തിരിഞ്ഞു പോവാം. 5 6 7 8. മനസ്സിലായില്ലേ? നമുക്കിത് ഓരോരുത്തർക്കും ചെയ്ത് നോക്കാം അല്ലേ? അപ്പോഴേ ശരിക്കും കൈ എങ്ങനെയാണ് മനസ്സിലാവും. നോക്കാം. നമുക്ക് കൈ ചേർത്ത് ചെയ്യാം അല്ലേ? ചെയ്ത് നോക്കാം. 1 2 3 4 5 6
7, 8. 2, 3, 4, 5, 6, 7, 8. കറക്റ്റാണ് ചെയ്തത്. അവിടുത്തെ 6-ന് കാലിൽ ഇങ്ങനെ സൈഡിലോട്ട് പോയില്ല. 6 ചവിട്ടി, പക്ഷെ സൈഡിലോട്ട് പോയില്ല. ബാക്കിയൊക്കെ കറക്റ്റാണ്. ഒരു പ്രാവശ്യം ചെയ്യാം നമുക്ക്. 1, 2, 3, 4, 5, 6. അല്ല 5, 6 കറക്റ്റാണ്. അതാണ് ഒന്നുകൂടെ 1, 2, 3, 4, 5 ഇടതുകാല്, 6 താഴെ, 7 ഇടതുകാല് വീണ്ടും, 8. അത്രയേ ഉള്ളൂ. പ്രാവശ്യം ചെയ്താലോ? ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8. കറക്റ്റാണ്. അടുത്ത ആള് 1, 2, 3, 4, 5, 6, 7, 8. കറക്റ്റാണ്. ഒരു പ്രാവശ്യം ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8. കറക്റ്റ്. 1, 2, 3, 4, 5, 6, 7, 8. ഒന്നുകൂടെ കറക്റ്റാണ്. 1, 2, 3, 4, 5, 6, 7, 8. കറക്റ്റാണ്. 1 കുറച്ച് ഉയർത്തി താഴ്ത്തി താഴ്ത്തിയ 1, 2, 3, 4 ഇടതുകാല് 5, 6 തിരിച്ചിങ്ങോട്ട് 7, 8. കറക്റ്റാണ്. ഇത്രയും കൂടുതൽ ഭയങ്കര കാലം ദൂരെ വെക്കേണ്ട. ഒരു പ്രാവശ്യം ചെയ്യാം. 1, 2 കൈ തിരിച്ച് ഇങ്ങനെയാണ്. കുറച്ച് മുകളിൽ പിന്നെ താഴെ. 1, 2, 3, 4, 5, 6, 7, 8. കറക്റ്റാണ്. നന്നായിട്ട് മനസ്സിലായാലും എല്ലാവർക്കും അല്ലേ? നമുക്ക് ചേർത്ത് ചെയ്യാം അല്ലേ? 2, 3, 4, 5, 6, 7, 8. അതാണ്. 1, 2, 3, 4, 5, 6, 7, 8. മനസ്സിലായ സംശയമൊന്നുമില്ല അല്ലേ? നമ്മളിപ്പോൾ ഒരൊറ്റ സ്റ്റെപ്പേ പഠിച്ചിട്ടുള്ളൂ. അതിൻ്റെ കൈ കൂടെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. നമ്മൾ കുറേ സ്റ്റെപ്സ് പഠിക്കുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. ഇതിപ്പോൾ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റെപ്പ് തന്നെയാണ്. അത് ഇതിൻ്റെ കൂടെ വേറൊരു സ്റ്റെപ്പും കൂടെ നമ്മൾ കണക്ട് ചെയ്ത് അത്രയേ ഉള്ളൂ. അപ്പം നന്നായിട്ട് മനസ്സിലായി. കൈയും ഒക്കെ മനസ്സിലായി അല്ലേ? കൈക്ക് പിന്നെ പ്രത്യേകിച്ച് മുദ്രകളൊന്നും ഇല്ലാത്തൊരു കുഴപ്പമില്ല. നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് കൂടെ നിർത്താം. അടുത്ത ക്ലാസ്സിൽ കാണാം. തിരുവാതിരക്കളി ക്ലാസ് കണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സിമ്പിൾ സ്റ്റെപ്സാണ്. കാണുമ്പോൾ വലിയ വളരെ ലെങ്തി ആയിട്ടുള്ള സ്റ്റെപ്സായിട്ട് തോന്നും. പക്ഷെ വളരെ സിമ്പിൾ സ്റ്റെപ്സാണ്. എന്നാലും ഞാനൊരു ഒറ്റ സ്റ്റെപ്സ് എടുക്കുന്നുള്ളൂ. കാരണം നിങ്ങൾക്ക് പഠിക്കുന്നവർക്ക് ബുദ്ധിമുട്ട് വേണ്ട. ഓരോ സ്റ്റെപ്പ് ആകുമ്പോൾ പെട്ടെന്ന് പഠിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു സ്റ്റെപ്പ് എടുത്തിട്ടുള്ളൂ. കാണും.